3 പരിശോധനകൾ നടത്തി. എനിക്ക് ഓട്ടിസം ഉണ്ട്. വെളിപ്പെടുത്തലുമായി ഗായിക ജ്യോത്സ്ന രാധാകൃഷ്ണൻ. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളാണ് ജ്യോത്സ്ന രാധാകൃഷ്ണൻ. പ്രണയമണിത്തൂവൽ എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് ജ്യോത്സ്ന വെള്ളിത്തിരയിലേക്ക് എത്തിയത്. നമ്മൾ എന്ന ചിത്രത്തിലെ സുഖമാണി നിലാവ് എന്ന ഗാനത്തിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോഴിതാ ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. 3 തവണ പരിശോധന നടത്തിയെന്നും അതിലാണ് താൻ ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടാണെന്ന് കണ്ടെത്തിയതെന്നും ജ്യോത്സ്ന പറഞ്ഞു. ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഇത് തുറന്നു പറയുന്നത്. ഓട്ടിസം കണ്ടെത്തിയതിനു ശേഷമാണ് ജീവിതത്തിൽ അതുവരെ തനിക്കുണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചതെന്ന് ജ്യോത്സ്ന വെളിപ്പെടുത്തി. എന്നെ കണ്ടാൽ ഓട്ടിസം ഉള്ളതുപോലെ തോന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓട്ടിസ്റ്റിക് അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. ഓട്ടിസം അല്ലെങ്കിൽ ന്യൂറോ ഡൈവർജന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. ഓട്ടിസം കണ്ടെത്തിയതിനു ശേഷമാണ് ജീവിതത്തിൽ അതുവരെ എനിക്കുണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത്. എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരുന്നതിൻ്റെ കാരണം മനസ്സിലായത് അപ്പോഴാണ്. ന്യൂറോ ടിപ്പിക്കലായുള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ച ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എല്ലാത്തിനും കാരണം. ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത്. ഓട്ടിസത്തെക്കുറിച്ച് ആളുകൾ കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ട്. എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഏറ്റവും ബേസിൽ നിന്ന് തന്നെ മാറ്റമുണ്ടാകണം. വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണം ഇത് ആരംഭിക്കാൻ. ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള ടൂളുകൾ നമുക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ചും കുട്ടികളിൽ. അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ കൂടുതൽ മോശമാക്കുന്നതെന്നും ജ്യോത്സ്ന പറയുന്നു.